നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. അച്ഛനും അമ്മയ്ക്കുമൊപ്പം അമ്പൂരി കുമ്പിച്ചൽ കടവ് കാണാനിറങ്ങിയ 3 വയസ്സുകാരിക്ക് അവർ സഞ്ചരിച്ച ടെമ്പോ ട്രാവലർ കയറിയിറങ്ങി ദാരുണാന്ത്യം. കുറ്റിയാണിക്കാട് ശ്യാമവിലാസത്തിൽ അനുപ്രസാദ് നിഷ ദമ്പതികളുടെ ഏക മകൾ ഋതുവേദയാണ് മരിച്ചത്. 3 വയസ്സായിരുന്നു. ഇന്നലെ വൈകിട്ട് 6ഓടെയായിരുന്നു അപകടം. ടെമ്പോ ട്രാവലർ സൈഡിൽ ഒതുക്കിയ ശേഷം ഇവർ പാലം കാണാനായി പുറത്തിറങ്ങുന്നതിനിടയിൽ ഇവർ വന്ന ട്രാവലറിന്റെ ഹാൻഡ് ബ്രേക്കിന്റെ കേബിൾ പൊട്ടി വാഹനം മുന്നോട്ട് നീങ്ങി കുട്ടിയുടെ ദേഹത്ത് കയറിയിറങ്ങുകയായിരുന്നു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ കോടതി ഇന്ന് വിധി പ്രസ്താവിച്ചേക്കും. പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 4 ജഡ്ജി കെന്നത്ത് ജോർജ് ആണ് വിധി പ്രസ്താവിക്കുക. നെന്മാറ പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൻ ഉന്നതിയിൽ ചെന്താമരയാണ് കേസിലെ പ്രതി. ഇയാൾക്ക് 59 വയസ്സാണ്. നെന്മാറ പോത്തുണ്ടി തിരുത്തമ്പാടം ബോയിൻ ഉന്നതിയിലെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് കോടതി വിധി പറയുന്നത്. സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഇതേ കോടതി നേരത്തെ വിധിച്ച ഇരട്ട ജീവപര്യന്തം ശിക്ഷ പ്രതി അനുഭവിച്ചു വരികയാണ്. സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നു. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള വടക്കൻ ഒഡീഷ, പശ്ചിമ ബംഗാൾ തീരപ്രദേശങ്ങൾക്ക് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ശക്തി കൂടിയ ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമായി മാറിയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പാണ്. ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. വടക്കൻ മധ്യ കേരളത്തിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് ഈ മാസം 8 വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതിനിടെ കനത്ത മഴയിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ കർണാടകയിൽ ട്രെക്കിംഗ് കേന്ദ്രങ്ങളിൽ വീണ്ടും നിയന്ത്രണം. ചിക്കമംഗളൂരു ജില്ലയിലെ കുദ്രേമുഖ് ഡിവിഷനു കീഴിലെ കുദ്രേമുഖ്, നേത്രാവതി, കുറിഞ്ഞാൽ, ഗണ്ടിക്കൽ ട്രെക്കിംഗ് പാതകളിലാണ് വനംവകുപ്പ് വീണ്ടും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വീട് ഹോസ്റ്റലാക്കാൻ കോളേജ് ഹോസ്റ്റലിലെ 8 കട്ടിലുകൾ മോഷ്ടിച്ച യുവാവ് പിടിയിൽ. അങ്കമാലി ചക്കുവീട്ടിൽ ആൻസ്റ്റൺ ആണ് അറസ്റ്റിലായത്. മഹാരാജാസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം എറണാകുളം ഹോസ്പിറ്റൽ റോഡിലെ രാമവർമ്മ മെൻസ് ഹോസ്റ്റലിലായിരുന്നു സംഭവം. 20,000 രൂപ വിലയുള്ള കട്ടിലുകളാണ് മുൻ അന്തേവാസി കൂടിയായ ആൻസ്റ്റൺ കടത്താൻ ശ്രമിച്ചത്. പോർട്ടർ ആപ്പിലൂടെ ബുക്ക് ചെയ്ത ചെറിയ ചരക്കുവണ്ടിയിലാണ് കട്ടിലുകൾ കയറ്റിയത്. 5 എണ്ണം അഴിച്ചെടുത്ത നിലയിലായിരുന്നു. ഇതിനിടെ വാച്ചർ സുദേവ് സ്ഥലത്തെത്തി. ചോദിച്ചപ്പോൾ മൂട്ടശല്യം മാറ്റാൻ അങ്കമാലിയിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് മറുപടി. കോളേജ് അധികൃതരുടെ അനുമതി പത്രം ആവശ്യപ്പെട്ടതോടെ പതറി. സുദേവാണ് പോലീസിനെ വിളിച്ചത്. തുടർന്നായിരുന്നു അറസ്റ്റ്. കോളേജ് അധികൃതരുടെ പരാതിയിലാണ് കേസ്. സാമ്പത്തിക ബുദ്ധിമുട്ട് മറികടക്കാൻ ആൻസ്റ്റന്റെ വീട്ടുകാർ വീടിന്റെ മുകൾ നിലയിൽ ഹോസ്റ്റൽ തുടങ്ങാൻ തീരുമാനിച്ചിരുന്നു. ഇവിടേക്കുള്ള കട്ടിൽ വാങ്ങാനായി ആൻസ്റ്റൺ 17,000 രൂപ വീട്ടുകാരിൽ നിന്നും വാങ്ങിയിരുന്നു. ഇത് ചിലവായപ്പോഴാണ് മോഷണ ശ്രമം. 2024 മഹാരാജാസ് കോളേജിൽ നിന്ന് പാസ്സായ ബോട്ടണി ബിരുദ വിദ്യാർത്ഥിയും MG യൂണിവേഴ്സിറ്റിയുടെ ഡെക്കാത്ലൺ മുൻ ചാമ്പ്യനുമാണ് ആൻസ്റ്റൺ. മോഷണത്തിൽ ഹോസ്റ്റലിൽ നിന്ന് സഹായം ലഭിച്ചോ എന്നുൾപ്പെടെ അന്വേഷിക്കുന്നുണ്ട്. മയക്കുമരുന്ന് വിതരണക്കാരെ ജയിലിലടയ്ക്കാൻ കേരള പോലീസ് ഓപ്പറേഷൻ തൂഫാനുമായി മുന്നേറുന്നതിനിടെ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും പോലീസിനെ ചെറുക്കാനും ശ്രമം. മയക്കുമരുന്ന് മാഫിയ സംഘത്തിൽപ്പെട്ടവർ പലയിടത്തും വനിതാ പോലീസ് ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു. സംഘം ചേർന്ന് അപ്രതീക്ഷിതമായുള്ള ആക്രമണമാണ് പലയിടത്തും നടന്നത്. കോഴിക്കോട് ഓട്ടോയിടിച്ച് 2 പോലീസുകാരെ കൊല്ലാൻ ശ്രമം നടന്നു. പരിശോധനയ്ക്കിടെ ബൈക്കുമായി കടന്നുകളയാൻ ശ്രമിച്ചത് തടഞ്ഞ പന്നിയങ്കര SI അമൽ ജോയിയെ ചവിട്ടി വീഴ്ത്തി. പാലക്കാട് കാറിലെത്തി വനിതാ SI ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ചു. കോട്ടയം ചങ്ങനാശ്ശേരി പായിപ്പാട് ലഹരിവേട്ടയ്ക്കെത്തിയ പോലീസിന് നേരെ ജർമ്മൻ ഷെപ്പേർഡ് നായയെ അഴിച്ചുവിട്ട് പ്രതി ഓടി രക്ഷപ്പെട്ടു. തൃക്കാക്കര മരോട്ടിച്ചോട് ലഹരി ഉപയോഗിച്ച് യുവാക്കൾ തമ്മിലുള്ള തർക്കം അന്വേഷിക്കാനെത്തിയ പോലീസിനെ ആക്രമിച്ചു. അടിയന്തരാവസ്ഥ കാലത്തെ രാജൻ കേസിലെ ഏക സാക്ഷിയായിരുന്ന പ്രൊഫസർ KK അബ്ദുൾ ഗഫാർ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. കൊല്ലം TKM കോളേജ്, കോഴിക്കോട് REC കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായും ഭട്കൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രിൻസിപ്പലായും പ്രവർത്തിച്ചു. യമനിലെ ഏഡനിൽ വിദ്യാഭ്യാസ പുരോഗതിക്കായി പ്രവർത്തിച്ച ഇന്ത്യൻ സംഘത്തിൽ അംഗമായിരുന്നു.
അജ്മാൻ ഗൾഫ് മെഡിക്കൽ കോളേജിന്റെ സ്ഥാപകനും അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടറുമായിരുന്നു. സൗദി അറേബ്യയിലെ ആരംകോ പെട്രോളിയം കമ്പനിയിൽ എഞ്ചിനീയറായും പ്രവർത്തിച്ചിട്ടുണ്ട്. ആൾതാമസമില്ലാത്ത വീട് കുത്തിത്തുറന്ന് ലക്ഷങ്ങൾ വില വരുന്ന ഇലക്ട്രോണിക് പ്ലംബിംഗ് സാധനങ്ങളും ഓട്ടുപാത്രങ്ങളും മോഷ്ടിച്ചു. കല്ലുവാതുക്കൽ ചിറക്കര ആയിരവല്ലി ക്ഷേത്രത്തിന് സമീപം അഹല്യ നിവാസിൽ സുരേഷ് കുമാറിന്റെയും അശ്വതി കൃഷ്ണന്റെയും വീട്ടിലാണ് കവർച്ച നടന്നത്. 5 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി വീട്ടുകാർ പറഞ്ഞു. സുരേഷ് കുമാർ വിദേശത്തായതിനാൽ ഭാര്യ അശ്വതിയും കുട്ടികളും പകൽക്കുറിയിലെ കുടുംബ വീട്ടിലാണ് താമസം. കഴിഞ്ഞ ദിവസം വീട് വൃത്തിയാക്കാനായി ഇവർ എത്തിയപ്പോഴാണ് മുൻവാതിൽ കുത്തി തുറന്ന നിലയിൽ കണ്ടത്. തുടർന്ന് പാരിപ്പള്ളി പോലീസിൽ അറിയിക്കുകയായിരുന്നു. പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. മോഷ്ടാക്കൾ 2-ലധികം ദിവസം ഈ വീട്ടിൽ തങ്ങിയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. ഇവർ ഉപയോഗിച്ച മദ്യക്കുപ്പികൾ, ബീഡി, ലഹരി പാക്കറ്റുകൾ എന്നിവയും കിടന്നുറങ്ങാൻ ഉപയോഗിച്ച ബെഡ്ഷീറ്റും തലയിണയും വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ക്ഷേമനിധി ബോർഡ് ഇല്ലാത്തതും ഫണ്ടില്ലാത്തതും മൂലം സംസ്ഥാനത്ത് വിരമിച്ച അങ്കണവാടി ജീവനക്കാരുടെ പെൻഷൻ മുടങ്ങി. കഴിഞ്ഞ 5 മാസമായി പെൻഷനില്ല. ഇതോടെ പെൻഷൻ മാത്രം ആശ്രയിക്കുന്നവരുടെ ജീവിതം ദുരിതമായി. സംസ്ഥാനത്ത് 1/4 ലക്ഷത്തോളം പേരാണ് വിരമിച്ച വർക്കർമാരും ഹെൽപ്പർമാരും ഉള്ളത്. അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ക്ഷേമനിധി ബോർഡിന്റെ കീഴിലാണ് ഇവർക്ക് പെൻഷൻ ലഭിക്കുന്നത്. ഇതിന്റെ കാലാവധി ഫെബ്രുവരിയിൽ അവസാനിച്ചു. പുതിയ ബോർഡ് ഇതുവരെ രൂപീകരിച്ചിട്ടില്ല. ഇതിനെ തുടർന്ന് സർക്കാർ ഫണ്ട് ലഭിക്കാത്തതാണ് പെൻഷൻ മുടങ്ങാൻ ഇടയാക്കിയത്. 2026 ജനുവരി വരെയുള്ള പെൻഷനാണ് ഇതുവരെ ലഭിച്ചത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരി MSC വിൽക്കാനുള്ള അദാനി ഗ്രൂപ്പിന്റെ നീക്കം തടയാൻ അനുബന്ധ കരാറിന് സംസ്ഥാന സർക്കാർ നീക്കം. 49% ഓഹരി MSCക്ക് കൈമാറിയാൽ മറ്റു ഷിപ്പിംഗ് കമ്പനികൾ തുറമുഖത്തെ ഉപേക്ഷിക്കുമെന്ന ആശങ്ക സർക്കാരിനുണ്ട്. ഈ സാഹചര്യം ഒഴിവാക്കാൻ തുറമുഖത്തെ MSCക്ക് കുത്തകാവകാശം ഉണ്ടാകില്ലെന്ന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയാകും അനുബന്ധ കരാർ തയ്യാറാക്കുക. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയോട് റിപ്പോർട്ട് തേടിയ ശേഷമാകും അന്തിമ തീരുമാനമെടുക്കുക. ഓഹരി കൈമാറ്റത്തിന് അനുമതി തേടി അദാനി ഗ്രൂപ്പ് നൽകിയ അപേക്ഷയിൽ വിശദമായ പരിശോധനയും നടത്തും. ഇക്കാര്യത്തിൽ ജാഗ്രതയോടെ നീങ്ങാനാണ് സർക്കാർ നീക്കം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടാക്കിയ നിർമ്മാണ കരാറിൽ 2024 പിണറായി സർക്കാർ അനുബന്ധ കരാർ ഉണ്ടാക്കിയിരുന്നു. ഇടതധ്യാപക സംഘടനയായ KSTAയിലെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും പരിഗണന നൽകി ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിംഗ് ഡയലക്ട് ലെക്ചറർ തസ്തികയിലേക്കുള്ള റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാക്കിയെന്ന് പരാതി. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ PSC പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റുകൾക്കെതിരെയാണ് ഉദ്യോഗാർത്ഥികളുടെ പരാതിയുള്ളത്. പ്ലാനിംഗ് ബോർഡിലേക്കുള്ള വിവിധ റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാക്കിയതിൽ വിവാദം കത്തിനിൽക്കെയാണ് പുതിയ ആക്ഷേപം. അതിനിടെ സംസ്ഥാന ആസൂത്രണ ബോർഡിലെ PSC നിയമന തട്ടിപ്പിൽ വിജിലൻസ് അന്വേഷണത്തിനൊരുങ്ങി സർക്കാർ. അന്വേഷണം അട്ടിമറിക്കുന്നുവെന്ന കടുത്ത ആരോപണങ്ങൾക്കിടയിൽ നിർണായക PSC യോഗം ഇന്ന് ചേരും. ഇന്ന് നടക്കുന്ന യോഗത്തിൽ അംഗങ്ങൾ ചെയർമാനെതിരെ പ്രതിഷേധിക്കാനാണ് നീക്കം. കേസിൽ അടിയന്തരമായി സമഗ്ര പോലീസ് അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കാനും ചില അംഗങ്ങൾ ആവശ്യപ്പെടും. 2025 വഖഫ് ഭേദഗതി നിയമം നടപ്പിലാക്കിയതിനെ തുടർന്ന് സംസ്ഥാനത്ത് വഖഫ് ബോർഡിലേക്ക് 2 മുസ്ലിമിതര അംഗങ്ങളെ നിയമിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി മധ്യപ്രദേശ് മാറി. ഇൻഡോറിൽ നിന്നുള്ള മനോജ് മാൽപാനിയെയും ഗുണ ജില്ലയിലെ രഘോഗഡിൽ നിന്നുള്ള അനിമേഷ് ഭാർഗവയുമാണ് അംഗങ്ങളായി നിയമിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ബോർഡ് പുനഃസംഘടിപ്പിച്ചത്. സൻവർ പട്ടേലിനെ ബോർഡിന്റെ ചെയർമാനായി വീണ്ടും നിയമിച്ചു. സൗത്ത് 24 പർഗാനാസ് ജില്ലയിലെ ഞായറാഴ്ച സുഹൃത്തിന് പിറന്നാൾ സമ്മാനം വാങ്ങാൻ പോയ 12-കാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. ക്രൂരമായ കുറ്റകൃത്യം നടത്തിയ ശേഷം മൃതദേഹം ഒരു ചാക്കിൽ നിറച്ച് കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പെൺകുട്ടിയുടെ മരണവാർത്ത പ്രദേശത്ത് ഉടനടി പ്രതിഷേധത്തിന് കാരണമായി. പെൺകുട്ടിയുടെ മരണത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന ഒരു യുവാവിനെ നാട്ടുകാർ തല്ലിക്കൊന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഞായറാഴ്ച വൈകുന്നേരം മുംബൈയിൽ കനത്ത മഴയെ തുടർന്ന് മാൻഖുർദിലെ ജനതാ നഗറിൽ 3 നില കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ തകർന്ന് കുടിലുകളിലേക്ക് വീണ് 6 പേർ മരിച്ചു. കഴിഞ്ഞ കുറച്ചു ദിവസമായി തുടർച്ചയായി മഴ പെയ്യുന്ന പ്രദേശത്ത് രാത്രി 8:30യോടെയാണ് തകർച്ച സംഭവിച്ചതെന്ന് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ പറഞ്ഞു. മുൻ ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള സെയ്ദ് അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തതിന് ഇന്ത്യയിലെ സർക്കാരിനും ജനങ്ങൾക്കും ഇന്ത്യയിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എംബസി ഞായറാഴ്ച നന്ദി അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള ചരിത്രപരവും സാംസ്കാരികവും മാനുഷികവുമായ ബന്ധങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ പ്രവൃത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിനുള്ള പിന്തുണ കുറയുന്നതിനെക്കുറിച്ച് US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ പരാമർശത്തിന് ഫോക്സ് ന്യൂസുമായുള്ള സൺഡേ ബ്രീഫിംഗിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മറുപടി നൽകി. ഇന്ത്യയിലെ 1.4 ബില്യൺ ജനങ്ങളും ഇസ്രായേലിന് വലിയ പിന്തുണ നൽകുന്നുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ട്രംപുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നെതന്യാഹു നിഷേധിച്ചു. ഒരു കുടുംബം പോലെയാണെന്നും മിക്കപ്പോഴും ഒരു ലക്ഷ്യത്തിൽ യോജിപ്പുള്ളവരാണെന്നും അദ്ദേഹം പറഞ്ഞു. 99% കേസുകളിലും ഞങ്ങൾ നേരിട്ട് കാണുന്നു. എന്നാൽ എല്ലാ കുടുംബങ്ങളിലെയും പോലെ എല്ലാ
അടുത്ത സൗഹൃദങ്ങളിലെയും പോലെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും പറഞ്ഞു. കൂടാതെ ഹിസ്ബുള്ളയിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നതിനായി തെക്കൻ ലബനനിലെ ചില ക്രിസ്ത്യൻ ഗ്രാമങ്ങൾ പിടിച്ചെടുക്കാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും നെതന്യാഹു അവകാശപ്പെട്ടു. പാക് അധിനിവേശ കാശ്മീരിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ ജനരോഷം ഇരമ്പുന്നു. ഞായറാഴ്ച മേഖലയിലുടനീളം പൊട്ടിപ്പുറപ്പെട്ട വൻ പ്രക്ഷോഭങ്ങൾക്ക് നേരെ സുരക്ഷാ സേന നടത്തിയ വെടിവയ്പിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആൻബ് മേഖലയിലാണ് കടുത്ത ആക്രമണ സംഭവങ്ങൾ അരങ്ങേറിയത്. ഇവിടെ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസും റേഞ്ചേഴ്സും കണ്ണീർ വാതകം പ്രയോഗിക്കുകയും വെടിവെക്കുകയും ആയിരുന്നു. വെടിവെപ്പിൽ മുഹമ്മദ് യാക്കൂബ് എന്നയാൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. യമനിലെ ഔദ്യോഗിക സർക്കാരിന്റെ ഭാഗമായ സൈന്യത്തിലെ 14 പേർ ഹൂത്തികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഹൊദൈദ നഗരത്തിന് തെക്ക് ഹൈസ് ജില്ലയിലെ ജബൽ ദുബാസിലാണ് ആക്രമണമുണ്ടായത്. ഏറ്റുമുട്ടലിൽ 23 സൈനികർക്ക് പരിക്കേറ്റു. അടുത്തിടെ യമനിലുണ്ടായ ഏറ്റവും രക്തരൂഷിതമായ ആക്രമണമാണിതെന്ന് രാജ്യത്തെ അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർക്കാരിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. വെള്ളിയാഴ്ച രാത്രിയോടെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ആക്രമണത്തിന്റെ ആദ്യഘട്ടത്തിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള ചില ഭാഗങ്ങൾ ഹൂത്തികൾ പിടിച്ചെടുത്തെങ്കിലും ശനിയാഴ്ച പുലർച്ചെയോടെ ശക്തമായ പ്രത്യാക്രമണം നടത്തി സൈന്യം ഇവ തിരിച്ചുപിടിച്ചു. ആക്രമണത്തിൽ ഹൂത്തികളും കൊല്ലപ്പെട്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചെങ്കിലും കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. നോർവേക്കെതിരായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ബ്രസീൽ 1-2 ഗോളുകൾക്ക് തോറ്റതിന് പിന്നാലെ ബ്രസീലിയൻ ഇതിഹാസ താരം നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഞാൻ പരമാവധി ശ്രമിച്ചു. ഞാൻ ശ്രമിച്ചു നോക്കി. മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് എല്ലാം തുടങ്ങിയത്. ഇവിടെ വെച്ച് തന്നെ ഞാനിത് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാം കഴിഞ്ഞു. മത്സരത്തിന് ശേഷം നെയ്മർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. 130 മത്സരങ്ങളിൽ നിന്ന് 80 ഗോളുകളോടെ ബ്രസീൽ പുരുഷ ദേശീയ ടീമിനായി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമെന്ന നേട്ടത്തോടെയാണ് കരിയർ അവസാനിപ്പിക്കുന്നത്. 2010 രാജ്യാന്തര കരിയർ ആരംഭിച്ച നെയ്മർ 4 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ബ്രസീലിനു വേണ്ടി കളിച്ചിട്ടുണ്ട്. 2 ഒളിമ്പിക് ടൂർണമെന്റുകളിലും പങ്കെടുത്ത താരം 2012 വെള്ളി മെഡൽ നേടുകയും 2016 ബ്രസീലിനെ സ്വർണ്ണ മെഡലിലേക്ക് നയിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.